പാറ്റാത്തലവൻ അഭിജിത്ത് ദീപ്കയ്ക്കും സൗരവ് ദാസിനുമെതിരെ ഇപ്പോൾ പോക്സോ കേസാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അഡ്വക്കേറ്റ് റിങ്കി ചാറ്റർജി സിംഗ് ആണ് ഈ ഒരു കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് പോക്സോയിൽ. 12 വയസ്സുകാരി എങ്ങനെ ഈ പ്രൊട്ടസ്റ്റിലെത്തി? ഇതാണ് ഈ ഒരു കേസിന് ആസ്പദമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ പാറ്റാത്തലവന്മാർ പെടാനുള്ളൊരു സാഹചര്യം ഉണ്ടോ? ഇത് ഗൗരവമായിട്ട് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, കോടതി അതിന് അർഹിക്കുന്ന പ്രാധാന്യം നൽകിയിട്ടുണ്ടെങ്കിൽ അഭിജിത്ത് ദീപ്കയും സൗരവ് ദാസും ജയിലിൽ പോകുന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. കാരണം നമ്മുടെ പോക്സോ കേസ്, പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസസ് ആക്ട്, അതിലെ നിയമങ്ങളും അതിലെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എല്ലാം വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള റൂൾസ് ആണ്. അത് ഒബേ ചെയ്യാത്തവർ ജയിലിൽ പോകുന്നുള്ള കാര്യം സംശയമില്ല. ഇപ്പൊ ഇതില് ഈ റിങ്കി സിംഗ് എന്ന് പറഞ്ഞ അഭിഭാഷകയാണ് കേസ് ഫയൽ ചെയ്തിരിക്കുന്നത്. അവരുടെ ആവശ്യം ഒരു 0 FIR ഫയൽ ചെയ്യണമെന്നാണ് പറയുന്നത്. 0 FIR എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണ FIR-ൽ നിന്നും 0 FIR-നെ വ്യത്യസ്തമാക്കുന്നത് അത് നമുക്ക് ഏത് പോലീസ് സ്റ്റേഷനിൽ വേണമെങ്കിലും ഫയൽ ചെയ്യാം. ഇപ്പോൾ സംഭവം ഡൽഹിയിലാണ് നടന്നതെങ്കിലും തിരുവനന്തപുരത്താണെങ്കിൽ കൂടി ആ കേസ് നമുക്ക് ഫയൽ ചെയ്യാം. എന്താന്ന് വെച്ചാൽ വളരെ എമർജൻസി ആയിട്ട് വളരെ പ്രാധാന്യമുള്ള ഒരു ഇഷ്യൂ ആണെന്നുണ്ടെങ്കിൽ അത് ഈ വിക്ടിം, അതായത് ഈ പീഡനത്തിനോ അതല്ലെങ്കിൽ ഹാരസ്മെന്റിനോ വിധേയായ വ്യക്തികൾ ഒരു പോലീസ് സ്റ്റേഷന്റെ ജൂറിസ്ഡിക്ഷൻ അന്വേഷിച്ച് ഓടിപ്പാഞ്ഞ് നടക്കുന്ന സാധാരണ FIR എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മളിപ്പോ ഒരു സംഭവം നടന്നിട്ടുണ്ടെങ്കിൽ ആ സംഭവം നടക്കുന്ന സ്ഥലം ഏത് പോലീസ് സ്റ്റേഷന്റെ ജൂറിസ്ഡിക്ഷനിലാണ്, അധികാര പരിധിയിലാണ് വരിക, അവിടെ വേണം രജിസ്റ്റർ ചെയ്യാനായിട്ട്. 0 FIR-ന് അങ്ങനെ ഒരു റിലാക്സേഷൻ ഉണ്ട്. ഇന്ത്യയിലെ ഏത് പോലീസ് സ്റ്റേഷനിൽ വേണമെങ്കിലും ഈ കേസ് രജിസ്റ്റർ ചെയ്യാം, FIR രജിസ്റ്റർ ചെയ്യാം. അതായത് കേസിന്റെ അന്വേഷണം ത്വരിതഗതിയിലാക്കാനും മറ്റു തടസ്സങ്ങളൊന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് 0 FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അപ്പൊ ഈ അഭിജിത്ത് ദീപ്കയുടെയും സൗരവ് ദാസിന്റെയും പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവര് ഈ പറഞ്ഞ പോലെ കോക്രോച്ച് അല്ലെങ്കിൽ ക്രിസ്ത്യൻ ജിഹാദി പാർട്ടികളുടെ നേതാക്കന്മാരാണ്. ജൂലൈ 20-ാം തീയതി അവര് പാർലമെന്റിലേക്ക് ഒരു പ്രൊട്ടസ്റ്റ് നടത്തി. അപ്പൊ നമ്മള് ഈ പാർലമെന്റിലേക്ക് പ്രൊട്ടസ്റ്റ് നടത്തുമ്പോഴും അതുപോലെ എന്ത് ജോലിക്കാണെങ്കിലും ശരി, ഈ പ്രായപൂർത്തിയാവാത്ത കുട്ടികളെ ഒരു കാലത്ത് ഉപയോഗിക്കാൻ പാടില്ല, അതിനകത്ത് പങ്കെടുപ്പിക്കാൻ പാടില്ല എന്നുണ്ട്. അത് പങ്കെടുപ്പിക്കുന്നത് കുട്ടികളുടെ റൈറ്റ്സിനെ വയലേറ്റ് ചെയ്യുന്നു. പിന്നെ അവർക്കെതിരെ നടക്കുന്ന ലൈംഗിക അതിക്രമങ്ങൾക്ക് തുല്യമായിട്ടുള്ള കേസാണ്. ഇവർക്കെതിരെ ചുമത്തേണ്ടത് ഈ പോക്സോയിലെ 13, 14, 15 വകുപ്പുകളാണ്. പിന്നെ അതേപോലെ ഭാരതീയ ന്യായ സംഹിതയിലെ 153-ാം വകുപ്പാണ്. കുട്ടികളെ പീഡിപ്പിക്കുക എന്നുള്ളതുമായിട്ട് ബന്ധപ്പെട്ട കേസാണ്, വകുപ്പുകളാണ് ഇത്. വളരെ വല്ലാത്ത ഒരു വിഷമവൃത്തത്തിലാണ് അഭിജിത്ത് ദീപ്കയും സൗരവ് ദാസും. പിന്നെ ഇവരുടെ മുതിർന്ന നേതാവായിരുന്ന ഇയാളല്ലേ, ഡൽഹി മുഖ്യമന്ത്രി ആയിരുന്ന ഒരാളുണ്ടല്ലോ, കേജ്രിവാൾ, അരവിന്ദ് കേജ്രിവാൾ. അയാള് ഈ ഒരു കാര്യത്തില് ഉസ്താദായിരുന്നു. ഉസ്താദ് എന്ന് പറഞ്ഞാൽ ഉസ്താദ്. ഇവിടെ തിരുവനന്തപുരത്ത് വെച്ച് അയാളൊരു വനിത തന്നെ ലൈംഗികമായിട്ട് പീഡിപ്പിച്ചത് കയ്യോടെ പിടിച്ചത് അയാളുടെ കൂടെയുള്ള ആള്. എന്നിട്ട് ആ മനുഷ്യൻ ഈ റിപ്പോർട്ട് എഴുതി കൊടുത്തു കഴിഞ്ഞിട്ട് അയാള് ഡൽഹി ആം ആദ്മി പാർട്ടിയിൽ നിന്ന് വിട്ടു. അവരിവിടെ കേരളത്തില് ഒരു കേസ് അന്വേഷിക്കാനായിട്ട് വന്ന ആളുടെ പേര് കപിൽ ബജാജ് എന്നൊക്കെയാണ് അയാളുടെ പേരെന്ന് തോന്നുന്നു. കപിൽ ബജാജ്. ഞാൻ പേര് യഥാർത്ഥത്തിൽ ഓർക്കണില്ല. കാരണം അത് കുറെ നാൾ മുമ്പ് വായിച്ചൊരു പുസ്തകമാണ്, ദ റൈസ് ആൻഡ് ദ ഫോൾ ഓഫ് ആം ആദ്മി പാർട്ടി. ആം ആദ്മി പാർട്ടിയുടെ ഉയർച്ചയും താഴ്ചയും എന്ന് പറഞ്ഞിട്ടുള്ള പുസ്തകം. ശ്രീ അയ്യർ, അമേരിക്കൻ ബേസ്ഡ് എന്റർപ്രനർ ജേർണലിസ്റ്റ് ആണ് അത് എഴുതിയിരിക്കുന്നത്. വളരെ നല്ല ഒരു പുസ്തകമാണത്. സുനിലിന്റെ അടുത്തൊക്കെ ഉണ്ട് അതിന്റെ കോപ്പി. അപ്പൊ അതില് പ്രത്യേകിച്ചിട്ട് പറയുന്നുണ്ട്, ഈ അരവിന്ദ് കേജ്രിവാൾ തന്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു വനിതയെ എങ്ങനെയാണ് പീഡിപ്പിച്ചത് തിരുവനന്തപുരത്ത് വെച്ചിട്ടുള്ളത്. അവരിവിടെ എന്തോ ഒരു ഫാക്ട് ഫൈൻഡിങ് മിഷൻ, അവരുടെ റൈറ്റ് ടു ഇൻഫർമേഷൻ ആയിട്ട് പ്രകാരമുള്ള കുറച്ച് കാര്യങ്ങൾ കളക്ട് ചെയ്യാനായിട്ട് വന്നതാണ്. വന്നിട്ട് കൂടെയുള്ള സുഹൃത്തിന് ദൂരേക്ക് പറഞ്ഞു വിട്ടു.
ചെറുനാരങ്ങ മേടിച്ചുകൊണ്ട് വരാനോ മിഠായി മേടിച്ചുകൊണ്ട് വരാനോ പറഞ്ഞു. കുറച്ചു നേരം കഴിഞ്ഞിട്ട് വന്നാൽ ഇപ്പൊ ഒന്നും വരണ്ടെന്ന് പറഞ്ഞു വിട്ടു. ദുഷ്ടം നേരത്തെ വന്നപ്പോ കണ്ടത് ഇതൊക്കെയാണ്. ഉള്ളതൊക്കെ എഴുതി അപ്പൊ തന്നെ അന്ന് തന്നെ അയാൾ ആം ആദ്മി പാർട്ടി വിട്ടു. ഇതാണ് നമ്മുടെ മഹാനായ ഏറ്റവും വലിയ അരവിന്ദ് കെജ്രിവാൾ എന്ന് പറഞ്ഞ വ്യക്തി. അപ്പൊ ഇതുപോലുള്ള സംഭവമാണ് ഇത്. കുട്ടികൾ എങ്ങനെ ഈ കേസിനകത്ത് വന്നു എന്നുള്ളത് അതിനെക്കുറിച്ച് അന്വേഷിക്കേണ്ടതാണ്. അത് മാത്രം കുട്ടികൾ മാത്രമൊന്നും അല്ലല്ലോ, ഈ പാർലമെന്റ് മാർച്ചിൽ പങ്കെടുത്ത മുഴുവൻ മുതുക്കന്മാരാ. എല്ലാം JNUവിലും ഡൽഹി യൂണിവേഴ്സിറ്റിയിലെയും വിദ്യാർത്ഥികളാണെന്നും പറഞ്ഞുകൊണ്ടാണ് ഇവരെ അപ്പൂപ്പന്മാരുണ്ട് ആ കൂട്ടത്തിനകത്ത്. ഈ ഹോസ്റ്റലില് സൗകര്യത്തിന് ചീപ്പായിട്ട് പഠിക്കാം, താമസിക്കാം, നല്ല ഭക്ഷണം കിട്ടും, അങ്ങനെയൊക്കെയുള്ള സംവിധാനമുള്ള സൗകര്യമാണ് നമുക്കുള്ളത് ഈ ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയില്. അപ്പൂപ്പന്മാരെ യുവാക്കളെയൊക്കെ മാറ്റി നിർത്താം. പക്ഷെ ഈ ജൂലൈ 20 പ്രൊട്ടസ്റ്റ് അത് ഈ അക്രമാസക്തമാകുമെന്നും ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്നും ഒക്കെ ഒരു ധാരണ ഉള്ള ആളുകളായിരിക്കുമല്ലോ ഈ പാർട്ടി തലവന്മാരെ. അങ്ങനെ ഒരു സ്ഥലത്തേക്ക് കുട്ടികളെ കൊണ്ടുവരിക, എന്നിട്ട് ആ കുട്ടികൾക്ക് ലാത്തി ചാർജിൽ കുട്ടികൾക്ക് ഉൾപ്പെടെ പരിക്കേൽക്കുക എന്ന് പറയുമ്പോൾ അത് നിസ്സാരമായിട്ട് കാണാൻ പറ്റില്ലല്ലോ. അല്ല, അവർക്ക് ഇത് കലാപം ഉണ്ടാക്കുക എന്നുള്ളതാണ് അവരുടെ പ്രധാന ലക്ഷ്യം. അപ്പൊ അതിന് കുട്ടികളെ കിട്ടിയ കുട്ടികളെ ഉപയോഗിക്കും, വൃദ്ധന്മാരെ കിട്ടിയ വൃദ്ധന്മാരെ ഉപയോഗിക്കും. പെണ്ണൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ വിളിച്ചോണ്ട് ആളെ കൂട്ടണ്ടേ അവർക്ക്. 3 നേരത്തെ ഭക്ഷണം നല്ല 2 കുപ്പി തന്ന് ആരെ കിട്ടാത്ത നമ്മുടെ കൂടംകുളത്തൊക്കെ സമരം നടത്തിയത് എങ്ങനെയാ? അവിടെ പോയി രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇരുന്ന് മുദ്രാവാക്യം വിളിക്കുക. 2 നേരം ബിരിയാണി, ഉച്ചയ്ക്ക് രാത്രിയും. വൈകുന്നേരം ആകുമ്പോഴത്തേക്കും ഒരു കുപ്പിയും തരും അവര്. 500 രൂപയും തരും രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇരുന്നിട്ടുണ്ടെങ്കിൽ. ഇതാണ് കൂടംകുളത്തെ മറ്റേ അണുശക്തി നിലയത്തിനെതിരായിട്ട് നടത്തിയ ക്യാമ്പയിൻ. ഞാൻ പോയി കണ്ടിട്ടുള്ളതാണ് കുട്ടിയത്. ഞാൻ കാശൊന്നും മേടിച്ചിട്ടില്ല കേട്ടോ, ഞാൻ അവരുടെ ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല. ഞാൻ പറയാം, അത് എല്ലാവർക്കും ഓഫർ ചെയ്തു അവിടെ ചെന്നപ്പോ. പള്ളിയുടെ മുമ്പിൽ, പള്ളിയിൽ അച്ഛന്മാരെയാണ് ബിരിയാണി കൊണ്ട് തന്നെ നമുക്ക്. അല്ല കാര്യം, ഇവന്മാര് ആരാ സാധനം? ഇവര് എങ്ങനെയെങ്കിലും ഇന്ത്യനെ തകിടം മറിക്കാനായിട്ട് നോക്കി നടക്കുകയാണ്. അമ്മ ഓരോ അവസരം കിട്ടാൻ നോക്കിയിരിക്കുകയാണ്. എന്നിട്ട് പറയും ഞങ്ങൾക്കൊന്നിനും പങ്കില്ല, ഞങ്ങൾ പാവപ്പെട്ടവരെ സഹായിക്കാൻ വേണ്ടി ഞങ്ങൾ ചാരിറ്റി വർക്കാണ് ചെയ്യണമെന്ന് പറയുന്നത്. ആ കള്ളന്മാര്, കള്ളക്കൂട്ടങ്ങള്, അശ്രയങ്ങള്, ഇവര് വൃത്തിയായിട്ടവന്മാര്. എന്താ പറയാ ഇവര്? അപ്പൊ ഇങ്ങനെയാണ് ഈ പ്രൊട്ടസ്റ്റില് നിറയെ ഈ അബ്യൂസീവ് ആയിട്ടുള്ള പദങ്ങൾ അല്ലെങ്കിൽ തെറി പ്രയോഗങ്ങൾ ഉപയോഗിക്കുക, അല്ലെങ്കിൽ ഒരാളെ മോദിയെ കൊല്ലണം, അമിത്ഷായെ കൊല്ലണം, ഇത്തരത്തിലൊരു മാർച്ച് നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ കുട്ടികൾ വന്നു. കുട്ടികൾ പെട്ട് ഈ ഒരു കലാപത്തിന്റെ അകത്ത് പെട്ട് ഏതെങ്കിലും ഒരു 12 വയസ്സുകാരിക്ക് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ അടുത്ത ദിവസം എന്തായിരിക്കും ഇവിടെ നടക്കുക? മോദിയുടെ പോലീസ് കുട്ടിയെ കൊന്നു. മോദിയുടെ പോലീസ് എന്ന് പറഞ്ഞുകൊണ്ട് സമരം നടത്തും. ഇതാണ് കാര്യം. അവർക്കിപ്പോ ഈ കുട്ടികളും വലിയതൊന്നുമല്ല. കുട്ടികളെ കിട്ടി അത്രയും നല്ലത്. കാരണം അത്രയും കൂടുതൽ റിക്രൂട്ടുകളെ കിട്ടുകയല്ലേ. അവരെ ഉപയോഗിച്ചിട്ട് ഒരു വേണ്ടാധീനങ്ങളൊക്കെ ചെയ്യാമല്ലോ അവർക്ക്. അതാണ് ഇവരുടെ ലക്ഷ്യം. അല്ലാണ്ട് എന്തെങ്കിലും കാരണം ഉണ്ടായിട്ടാണ്. അപ്പൊ നീറ്റിന്റെ പ്രശ്നം അപ്പോഴേ പരിഹരിച്ചില്ലേ? നീറ്റ് പരീക്ഷ പേപ്പർ ലീക്കായി എന്ന് പറഞ്ഞ ഉടനെ തന്നെ വീണ്ടും പരീക്ഷ നടത്തി. അവർ പറഞ്ഞ സമയം കൊണ്ട് പരീക്ഷ നടത്തി റിസൾട്ടും ഡിക്ലെയർ ചെയ്ത് കൗൺസിലിംഗ് തുടങ്ങിക്കഴിഞ്ഞു. അതെല്ലാം കഴിഞ്ഞിട്ടാണ് ഇവരിവിടെ സമരം നടത്താനിരിക്കുന്നത്. മന്ത്രി രാജിവെക്കണോ വേണ്ടയോ എന്നുള്ളത് തീരുമാനിക്കുന്ന പ്രധാനമന്ത്രിയാണ്. അല്ലാണ്ട് ഈ പറഞ്ഞ പോലെ പഴയ 4ാം ക്ലാസ്സും ഗുസ്തിയും കഴിഞ്ഞാൽ അല്ലെങ്കിൽ 10ാം ക്ലാസ് പോലും പാസ്സാവാൻ പറ്റാത്തവന്മാരൊന്നും തീരുമാനിക്കണമല്ല മന്ത്രി രാജിവെക്കണമെന്ന്. ഇതൊക്കെ വളരെ ക്രൂഷ്യലായിട്ടുള്ള, ക്രിട്ടിക്കലായിട്ടുള്ള തീരുമാനങ്ങളാണ് അത് എടുക്കേണ്ടത്. അതെങ്കിലും മനസ്സിലാക്കണം. അതെങ്കിലും മനസ്സിലാക്കി കൊടുക്കാനായിട്ട് മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ സമ്മതിക്കണം. 2 കേന്ദ്രമന്ത്രിമാര് പോയിട്ടാണ് അവരുമായിട്ട് ചർച്ച നടത്തി എല്ലാ കാര്യത്തിലും പരിഹരിക്കാൻ ശ്രമം നടത്തിയത്. തീർച്ചയായും സാർ. അപ്പോൾ ഈ ഒരു കേസിൽ എന്തായാലും പാറ്റാ തലവന്മാർ പെടുന്ന ഒരു സാഹചര്യം തന്നെയാണോ? പാറ്റാത്തലവന്മാര് പെടുക എന്നുള്ളതല്ല, എല്ലാത്തിനും പിടിച്ച് ജയിലിലിടണം, നല്ല അടിയും വെച്ച് കൊടുക്കണം, പുറം വഴി നല്ല ചൂരപ്രയോഗം നടത്തണം അവരെ വിളിച്ചിട്ട്, ഇതുപോലുള്ള വൃത്തികേട് കാണിക്കുന്നതിന്. ഇവരിപ്പോ ഇപ്പൊ കൊച്ചു കുട്ടികളെ ഇവരെന്തൊക്കെ ചെയ്തിട്ടുണ്ടാവും? ഇതിവിടെ പരിപാടി നമ്മുടെ ഇയാളൊക്കെ പോയി കഴിഞ്ഞാൽ വെറുതെയാണോ ആള് പോവുക? റഹീമില്ലേ നമ്മുടെ ലുട്ടാപ്പി, ഡോക്ടർ ലുട്ടാപ്പി എന്ന് പറയുന്ന ആൾക്കാരെ കളിയാക്കണില്ലേ തിരുവനന്തപുരത്തുള്ള? അയാളൊക്കെ പോയി കഴിഞ്ഞാൽ വെറുതെയാണോ പോണ മുഴുവനും? ഒന്നും കാണാണ്ട് സായിപ്പ് പുഴയെ ചാടൂല എന്ന് പറഞ്ഞ പോലെയാണ് അയാളുടെയൊക്കെ കാര്യേ. ഇവിടെ തന്നെ നമ്മൾ വീഡിയോയിൽ കണ്ടിട്ടില്ലേ അയാൾ SFIയുടെ റാലിയിൽ കാട്ടിക്കൂട്ടുന്ന വിക്രികളൊക്കെ? നോൺസെൻസ് ആണ് ഇവർ കാണിക്കുന്നത് മുഴുവനും. ഈ രാജ്യം നശിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ്.
ഏറ്റവും പുതിയ വാർത്തകളും വിശകലനങ്ങളുമായിട്ട് ഇന്ത്യ ലൈവ് നിങ്ങൾക്കൊപ്പമുണ്ട്. ഇന്ത്യ ലൈവ് ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഉറപ്പായിട്ടും ചെയ്യണേ.